ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശി. മേടം രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ നവഗ്രഹങ്ങളുടെ ഗോചരം, വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും തുടങ്ങിയ ഈ വലിയ ഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വ. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ആദ്യമേ രാഹുവിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ 18 വർഷങ്ങൾക്ക് ശേഷം രാഹു നിങ്ങളുടെ 11ാമത്തെ ഹൗസിൽ. 11ാമത്തെ ഹൗസ് എന്താണെന്നറിയണ്ടേ? ലാഭത്തിൻ്റെ. ഈ സമയം സഡനായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും, അതും ഷോർട്ട് കട്ടിലൂടെ. ഈ ഷോർട്ട് കട്ടിലൂടെ ഇൻകം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. എഴുതി വെച്ചോളൂ. എല്ലാവരും ഒരു പേനയും ബുക്കുമെടുത്ത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണിവ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കുറേ കാലങ്ങൾ കൊണ്ട് കുടുങ്ങിക്കിടന്നിരുന്ന വസ്തുക്കളിൽ നിന്നും ലാഭം കിട്ടുക, പിതാവിൽ നിന്നും നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ ലാഭം കിട്ടും. എവിടെ കൈയിട്ടാലും ലാഭം കിട്ടാൻ സാധ്യതയുള്ള സമയം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്തതിനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുകയും ചെയ്യും. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. ഏതു കാര്യം ചെയ്യുന്നതിനും അനുകൂലമായ സമയമാണ് ഈ 1.5 വർഷത്തെ കാലം. രാഹു 11ാം ഹൗസിൽ വരുമ്പോൾ കേതു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 5ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലവ് റിലേഷൻ തീർച്ചയായും ഒരു അസംതൃപ്തി വരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ആ സമയം, ഈ 1.5 വർഷക്കാലം നിങ്ങളുടെ ലവ് റിലേഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആകുന്നതിനുള്ള സാഹചര്യവും സൃഷ്ടിച്ചേക്കാം. 2026 ഡിസംബർ മുതൽ ജൂൺ 2028 വരെ രാഹു 10ാം ഹൗസിൽ. ഈ സമയം ജോലിയിൽ തീർച്ചയായും ഒരു പരിവർത്തനം വന്നിരിക്കും. അതും 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു നിങ്ങളുടെ 10ാം ഹൗസിൽ വരുന്നത്. 10ാം ഹൗസ് എന്ന് പറയുന്നത് കാര്യക്ഷേത്രത്തിൻ്റെ, പ്രൊമോഷൻ്റെ, ട്രാൻസ്ഫറിൻ്റെ, ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചേ മതിയാവും. നിങ്ങളുടെ ജോലിയിൽ ഒരു സ്ഥാനപരിവർത്തനം തീർച്ചയായും ഈ സമയത്തിനുള്ളിൽ തീർച്ചയായും വരും. ജൂൺ 2028 മുതൽ രാഹു നിങ്ങളുടെ 9ാം ഹൗസിലായിരിക്കും. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ, യാത്രയുടെ ഒക്കെയാണ്. ജൂൺ 2028 രാഹു നിങ്ങളുടെ 9ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിതാവുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇനി ശനിയുടെ കാര്യം നോക്കാം. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ 12ാം ഹൗസിൽ 7.5 ശനിയുടെ തുടക്കം. ഈ സമയം വിദേശയാത്ര, ലോങ് ട്രാവൽസ് നിങ്ങളുടെ കൈ പിടിച്ച് വിദേശയാത്ര ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കും. സമാജത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വരും. മെഡിക്കൽ ബില്ലൊക്കെ പേ ചെയ്യേണ്ട സമയമാണ് ഇത്. അങ്ങനെയുള്ള കാര്യങ്ങളും വരാനുള്ള സമയം. ശരീരം, മനസ്സ്, കൈകാലുകളിൽ ക്ഷീണം, കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഫെബ്രുവരി 2028 മുതൽ ശനിദേവ് നിങ്ങളുടെ രാശിയിൽ, അത് 30 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ രാശിയിൽ വരുന്നു. നിങ്ങളുടെ 1ാമത്തെ ഹൗസിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ, മെച്യൂരിറ്റിയുടെ
ഓവർ തിങ്കിങ്ങിൻ്റെ ഒക്കെയാണ് ഈ 1-ാം ഹൗസ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലവും ആയതും അനുകൂലം അല്ലാത്തതുമായ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സമയമാണ്. സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ പേരുദോഷം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ്, ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യേണ്ടി വരും. അനാവശ്യമായ ചിന്തകൾ നിങ്ങളിൽ വരുന്ന സമയം. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി പിടിവാശി കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഡിപ്രഷൻ വരെ വരാനുള്ള സാധ്യതയാണ് ഈ സമയം. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. വ്യാഴം മെയ് 2025 മുതൽ മെയ് 2026 വരെ 3-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളെക്കൊണ്ട് ആധ്യാത്മികത ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധ്യത. ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെയേറെ ഫലം കിട്ടുന്ന സമയം. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഈ സമയം നിങ്ങളുടെ പിതാവിൻ്റെ വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിനുള്ള സമയം കൂടിയാണ്. ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി 11-ാം ഹൗസിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ്. മെയ് 2026 മുതൽ 2027 വരെ വ്യാഴം 4-ാം ഹൗസിൽ വളരെ നല്ല യോഗം കിട്ടുന്ന ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ജോലിയിൽ അനുകൂല സമയം, അതുപോലെ തന്നെ നല്ല പദവികളിൽ, ഉച്ച പദവികളിലൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ കിട്ടുന്നതിനുള്ള സമയം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സമയം. ഈ അനുകൂലമായ സമയത്തെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം 5-ാം ഭാവത്തിൽ. സന്താനങ്ങൾക്ക് നല്ല സമയം. നിങ്ങൾക്കും ഫൈനാൻഷ്യൽ സ്ഥിതിയൊക്കെ നല്ല രീതിയിൽ വരുന്ന സമയമാണ് ഈ സമയം. ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഗുരുവിൻ്റെയും ശനിയുടെയും ബീജമന്ത്രം 108 പ്രാവശ്യം നിങ്ങൾ ഡെയിലി ജപിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഇതൊക്കെ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ശനിയുടെയും ഗുരുവിൻ്റെയും ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയും ഇന്നത്തെ വാസ്തു ടിപ്പ്. വളർത്തു മൃഗങ്ങളെ വീട്ടിൽ എവിടെ വയ്ക്കാം? പെറ്റ് ഡോഗ്സിനെ ഒക്കെ ആണെങ്കിൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൂച്ചക്കുട്ടികളെ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് അവരെ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക. ഇനി പാരറ്റ്, ലവ് ബേഴ്സിനെയൊക്കെ വെക്കേണ്ടത് വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ നിങ്ങൾക്ക് ഇവരുടെ കേജ് വെക്കാവുന്നതാണ്. അടുത്തത് മത്സ്യത്തിൻ്റെ അക്വേറിയം വെക്കുന്ന സ്ഥലം. ഒന്ന് വടക്ക് വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വടക്ക് ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. വടക്ക് നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ അത് വടക്ക് കിഴക്കോട്ട് കുറച്ച് മാറിയാലും കുഴപ്പമില്ല. ഒരിക്കലും നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത് വാട്ടർ എലിമെൻറ്റ് അവിടെ ഒരിക്കലും വെക്കാൻ പാടുള്ളതല്ല. എന്താണെന്ന് വെച്ചാൽ തെക്ക് കിഴക്കെന്ന് പറയുന്ന അഗ്നിമൂലയിൽ നിങ്ങൾ വാട്ടർ എലിമെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക നഷ്ടത്തിന് ഇടവരുത്തും. പശുക്കളെ ഒക്കെ വീട്ടിൽ കെട്ടേണ്ട സ്ഥലം വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഇവരെ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവരും നാമജപം മുടങ്ങാതെ ചെയ്യണം. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.